നമസ്കാരം. മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന വാർത്തയാണ് രേണുസുധിയുടെ ആരോഗ്യത്തെ പറ്റി അറിവുകൾ. രേണുസുധിക്ക് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നെല്ലാം തന്നെ പ്രേക്ഷകരെല്ലാം ചോദിക്കാറുണ്ട്. രേണുവിന്റെ അവസ്ഥ ഭേദമായെന്നും രേണുവിന്റെ ചികിത്സ എന്തായെന്നെല്ലാം തന്നെ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ സോഷ്യൽ മീഡിയ വഴി രേണുസുധി പങ്കിടുന്ന വീഡിയോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിലുള്ള വിമർശനവും രേണുവിനെ തേടിയെത്താറുണ്ട്. ഇപ്പോൾ രേണുസുധി പറയുന്ന ചില വാക്കുകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. കിച്ചുവിനെ എനിക്ക് വേണ്ട എന്ന തരത്തിലാണ് രേണുസുധി സംസാരിക്കുന്നത്. അവർക്കൊന്നും എന്നെ വേണ്ട, അതുകൊണ്ട് എനിക്ക് അവരെയും ആവശ്യമില്ല എന്നും ഇത്രയും കാലം ഞാൻ ക്ഷമയോടെ മകനല്ലേ എന്ന് പറഞ്ഞിരുന്നു എന്നും, എന്നാൽ ഇനി അതിന് സാധിക്കില്ല. രേണുസുധി മകനെ കംപ്ലീറ്റ് ആയി മാറുന്ന രൂപത്തിൽ തന്നെയാണ് രേണുവിന്റെ സംസാരം പുറത്തു വന്നത്. അവനിപ്പോൾ പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അവന്റെ ജീവിതത്തിന് വേണ്ട എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അമ്മയെ അകറ്റി നിർത്തുന്നു എന്ന തരത്തിലാണ് രേണുവിന്റെ സംസാരം പുറത്തു വന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ രേണുസുധി ഇക്കാര്യത്തിൽ വിമർശിച്ചും പിന്തുണച്ചും വരുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. രേണു അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ കാര്യമാക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് രേണുവിനെ തളരാതെ പ്രേക്ഷകരും പിടിച്ചു നിർത്തി പറയുന്നത്. എന്നാൽ സ്വന്തം മകനെതിരെ എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം തന്നെ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചും പ്രേക്ഷകർ രംഗത്ത് വരികയാണ്. അവിടെയാണ് രേണുസുധിയുടെ വിമർശനത്തിനുള്ള ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. രേണു കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ അന്ന് മുതൽ വിമർശകർ തുടരെ തന്നെ പിന്നാലെയുണ്ട്. രേണു എന്ത് ചെയ്താലും വിമർശിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നാൽ രേണു ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിലും പ്രേക്ഷകർക്ക് വലിയ രൂപത്തിലുള്ള പല അഭിപ്രായങ്ങളാണുള്ളത്. നിങ്ങൾക്ക് രേണുസുധി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.